വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് ഈസ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിലുള്ള ടോർക്ക്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് കാണാനാണ്. ഓക്കെ, സോ ഹിയർ ഈസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ലാർജ് ഷീറ്റൊക്കെ വിചാരിക്കുക. ഷീറ്റ് ഓഫ് ചാർജാണ്. ഇതിനിടയിൽ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഷീറ്റിൻ്റെ ഇടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് എല്ലാവരുടെയും സെയിം ആയിരിക്കും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെയാണ്: ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പാരലൽ ലൈൻസ്, ഇക്വിഡിസ്റ്റൻ്റ് പാരലൽ ലൈൻസ്. ഇങ്ങനെയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയ ഈ ഷീറ്റൊക്കെ ഇവിടെ ഉണ്ട്. അതിനൊന്നും സാധാരണ നമ്മൾ പിക്ചറിൽ കാണിക്കില്ല. ജസ്റ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉള്ള റീജിയനാണ് ഇത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇതിനകത്ത് ഒരു ഇലക്ട്രിക് ഡൈപോളിനെ കൊണ്ടുവെക്കുക. ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ആൻ ഇലക്ട്രിക് ഡൈപോൾ വെക്കാൻ പോവാണ്. ഓക്കെ, സോ ഹിയർ ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലസ് ക്യൂ. ഇതാണല്ലോ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ലെങ്ത് ഞാൻ 2a എന്ന് വിളിച്ചു. എന്തായിരുന്നു ഡൈപോൾ മൊമെൻറ്റ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് വെച്ചാൽ Q×2a അല്ലേ? ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ഇതൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ് ഉള്ളത്. ഒരു ചാർജിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ, എന്നാൽ ഒരു ചാർജിനെ മറ്റൊരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്ത് വെച്ചാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. F=QE എന്നുള്ള ഫോഴ്സ് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ, അഥവാ ഇത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് വരിക. അപ്പോൾ ഈ ഡൈപോൾ ഉള്ളത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. സോ പ്ലസ് ക്യൂ എക്സ്പീരിയൻസ് എ ഫോഴ്സ് F=QE ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഫോഴ്സ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ചാർജ് ആകുമ്പം ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ്. നെഗറ്റീവ് ചാർജ് ആകുമ്പം ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് QE തന്നെ. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു മൈനസ് കൊടുക്കാം. മാഗ്നിറ്റ്യൂഡ് QE ആണ്. അപ്പോൾ ഇവിടെയും F=QE എന്നുള്ള ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ വരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. പ്ലസ് ക്യൂൻ്റെ മുകളിൽ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡും മൈനസ് ക്യൂവിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് വരും. ഓക്കെ, therefore net force experienced by dipole, net force experienced by dipole. നെറ്റ് ഫോഴ്സ് എങ്ങനെ വരിക? ഈ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വരുന്നത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് QE - QE ആ വരിക, ഓപ്പോസിറ്റ് ആയല്ലേ. സോ ഇറ്റ് വിൽ ബി 0. സോ ഒരു ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ്, റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു റോഡ് അങ്ങ് വിചാരിക്കും, ഒരു റോഡ് പോലത്തെ ഇത് വിചാരിക്കും. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഈ രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ് ഫോഴ്സിന് അല്ലേ. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പം നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിലും ഇങ്ങനെയുള്ള രണ്ട് ഫോഴ്സിനെയാണ് നമ്മൾ ഒരു കപ്പിൾ എന്ന് വിളിക്കുന്നത് അല്ലേ. വൺ കപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. അത് ഡിഫറൻറ്റ് ലൈനിലാണ് ആക്ട് ചെയ്യുക, ഒന്ന് ഡിഫറൻറ്റ് പോയിന്റിലാണ് ആക്ട് ചെയ്യുക. ഒരു ബോഡീൻ്റെ ഡിഫറൻറ്റ് പോയിന്റിലാണ് ആക്ട് ചെയ്യുക, ഒന്ന് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഫോഴ്സ് ഉണ്ടാകുന്ന ഈ രണ്ട് ഫോഴ്സുകളെയാണ് നമ്മൾ ഒരു കപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കപ്പിൾ ഉണ്ടാകുമ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഇതിന് റൊട്ടേറ്റ്, എവിടെ ഒരു ഫോഴ്സ് ഇങ്ങനെയും വന്നാൽ ഈ റോഡിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതുപോലെ ഇവിടെ ഈ ഇലക്ട്രിക് ഡൈപോളിന്
ഈ രണ്ട് ഫോഴ്സുകൾ ചേർന്നിട്ട് ഒരു കപ്പിളായിട്ട് ആക്ട് ചെയ്യും. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിലും ഇത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഫോഴ്സാണ് കൂടുതലെങ്കിൽ ഈ ഫോഴ്സ് കൂടുതലാണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊത്തത്തിൽ മുന്നോട്ട് പോകും. ഇതാണ് കൂടുതലെങ്കിൽ മൊത്തത്തിൽ ബാക്കോട്ട് വരും. ഓക്കെ, പക്ഷേ ഇവിടെ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല, നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട്. പക്ഷേ ഈ രണ്ട് ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഡൈപോൾ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യും. ഈ ഭാഗം ഇങ്ങനെ വരും, ഈ ഭാഗം ഇങ്ങനെ വരും. ഡൈപോൾ ഹാസ് ടെൻഡൻസി ടു റൊട്ടേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. റൊട്ടേറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ അർത്ഥം എന്താണ്? ദർ ഇസ് എ ടോർക്ക്. ഓക്കെ, അങ്ങനെയാണ് ടോർക്ക് എങ്ങനെയാണ്? അപ്പോൾ ഈ ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു റൊട്ടേറ്റ്. ഓക്കെ, ഇനി -q നിന്ന് +q-ലേക്കായിരുന്നു പിൻ്റെ പേര് ഡൈപോൾ മൊമെൻറ്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റയെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ടോർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഐദർ ഫോഴ്സ്, ഏതെങ്കിലും ഒരു ഫോഴ്സ്, ഐദർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ്. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ്, ഇതാണ് ടോർക്കിൻ്റെ ജനറൽ ഫോർമുല. ടോർക്ക് ഡ്യൂ ടു കപ്പിൾ. ഐദർ ഫോഴ്സ്, ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുക്കുക, പിന്നെ ആ ഫോഴ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എടുക്കുക. സോ ടോർക്ക് ഈക്വൽ ടു ഐദർ ഫോഴ്സ്, ഇതിലേതെങ്കിലും ഒരു ഫോഴ്സ്, ഏതെങ്കിലും ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QE, മാഗ്നിറ്റ്യൂഡ് QE ആണല്ലോ, ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ്. ഫോഴ്സുകൾ ഈ ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസാണ് വേണ്ടത്. ആ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്തു, ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്തു. ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ഇങ്ങനെ ചോദിച്ചത് ഈ ഡിസ്റ്റൻസിനെയാണ് പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ഏതാ? ഒരു ഫോഴ്സ് ഇവിടെയാണുള്ളത്, ഒരു ഫോഴ്സ് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഇവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ആ ഫോഴ്സും ഈ ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ഇതാണ്. അപ്പോൾ ഇവിടെ ABC എന്നങ്ങ് കൊടുക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ BC ആണ്. ഓക്കെ, BC ആണ് പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. അത് നമുക്ക് വേണമെങ്കിൽ പിക്ചറിനകത്ത് കണ്ടുപിടിക്കാം. സൈൻ തീറ്റ ആയിക്കലും ഇവിടെ ഈ ആംഗിൾ തീറ്റാണ്, ഇത് തീറ്റയാണ്, ഇവിടെ തീറ്റയാണല്ലോ. സൈൻ തീറ്റ ആയിക്കലും BC ഓപ്പോസിറ്റ് സൈഡ് ബൈ ഇത് 2a വരും അല്ലേ, BC/2a വരും. സൈൻ തീറ്റ ആയിക്കലും BC/2a വരും. BC ആയിരുന്നു നമ്മുടെ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ്. സോ BC ഈക്വൽ ടു 2a സൈൻ തീറ്റ വരും. BC ഈക്വൽ ടു 2a സൈൻ തീറ്റ. സോ BCക്ക് പകരം 2a സൈൻ തീറ്റ കൊടുത്താൽ ടോർക്ക് ഈക്വൽ ടു QE ഇൻറ്റു BC. BC എത്രയാണ്? 2a സൈൻ തീറ്റ. സോ Q ഇൻറ്റു 2a, Q ഇൻറ്റു 2a ആയിരുന്നു P, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് അല്ലേ. Q ഇൻറ്റു 2a ആണ് P, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. സോ ടോ ഈക്വൽ ടു ഇതിന് പകരം P കൊടുക്കുക, PE സൈൻ തീറ്റ. അപ്പോൾ ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് PE സൈൻ തീറ്റ എന്ന് വരും. ഇത് വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ AB സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ A ക്രോസ് B ആണ് അല്ലേ. സോ PE സൈൻ തീറ്റ ഇൻ വെക്റ്റർ ഫോം എഴുതുകയാണെങ്കിൽ ടോ ഈക്വൽ ടു വെക്റ്റർ P ക്രോസ് വെക്റ്റർ E വരും. P ക്രോസ് E, PE സൈൻ തീറ്റ. ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? Pയും Eയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. Pയും Eയും തമ്മിൽ. P എന്ന് പറയുമ്പോൾ -q നിന്ന് +q-ലേക്കാണ് P. ഇത് ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. ഈ ടോർക്കിൻ്റെ ഫലമായിട്ട് ഡൈപോൾ ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, യെസ്. സോ ദർ ഇസ് എ ടോർക്ക്. ടോർക്കിൻ്റെ ഇക്വേഷൻ PE സൈൻ തീറ്റ എന്നാണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കേസുകളാണ് നമ്മൾ പറയുന്നത് ഈ ടോർക്കിൻ്റെ. അപ്പോൾ നമ്മൾ തീറ്റ എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ അല്ലേ. അപ്പോൾ നമ്മൾ ഡൈപോളിനെ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത്
ഈ ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇതിന് പാരലായിട്ട് നമ്മൾ ഡൈപോളിനെ വെച്ചു. പാരലായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ മൈനസ് ക്യൂ ഇവിട പ്ലസ് ക്യൂ ഇവിട. മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്കായിരുന്നു പി. സോ പിയും ഇയും ഒരേ ഡയറക്ഷനാണ് വന്നത്. പിയും ഇയും ഒരേ ഡയറക്ഷനിൽ വന്നു. ഇങ്ങനെ വെക്കുന്നതാണ് ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വെച്ചു. സോ തീറ്റ 0 ആണ്. പിയും ഇയും തമ്മിലുള്ള ആംഗിൾ അല്ലേ വേണ്ടേ? തീറ്റ 0 ആണ്. അങ്ങനെയാണ് ടോർക്കിൻ്റെ ഫോർമുല പി ഇ സൈൻ തീറ്റ എന്നായിരുന്നു. സോ പി ഇ സൈൻ തീറ്റ സൈൻ 0 വരും. സൈൻ 0 ആണ്. അപ്പോൾ ടോർക്ക് 0 ആണ്. അപ്പോൾ ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വെച്ചാൽ ടോർക്ക് 0 ആണ്. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായി വെച്ചാലോ? ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായി വെച്ചു. ആൻറ്റി പാരലായി വെക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ചു. ഇവിടെ മൈനസ് ക്യൂ ഇടാം, പ്ലസ് ക്യൂ ഇടാം. മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്കാണ്, മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക് ഇങ്ങോട്ടാണ് പി വരിക. സോ പി ആൻഡ് ഇ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിയും ഇയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ തീറ്റ 180 ഡിഗ്രിയാണ്. ഇങ്ങനെ വെക്കുന്നതാണ് നമ്മൾ ആൻറ്റി പാരലായി വെക്കുക എന്ന് പറയാം. ഓക്കെ, സോ തീറ്റ 180 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ടോർക്ക് എത്ര വരും? ടോയ്ക്കൽ പി ഇ സൈൻ 180. സൈൻ 180 എന്ന് പറയുന്നതും 0 ആണ് അല്ലേ? സൈൻ 180 0 ആണ്. സോ ഈ കേസിലും ടോർക്ക് 0 വരിക. ഓക്കെ, അപ്പോൾ ഡൈപോളിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വെച്ചാലും ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായി വെച്ചാലും ടോർക്ക് 0. അപ്പോൾ ടോർക്ക് ഈ രണ്ട് കേസിൽ ടോർക്കില്ല. ടോർക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ ഡൈപോളിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല, റൊട്ടേറ്റ് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യാനൊരു ടെൻഡൻസി ഇല്ല ഡൈപോളിന്. അപ്പോൾ ഡൈപോൾ ഇങ്ങനെ വെച്ച പാരലായി വെച്ചാലും ആൻറ്റി പാരലായി വെച്ചാലും ആ വെച്ചാൽ അങ്ങനെ തന്നെ നിൽക്കും. ഇറ്റ് ഹാസ് നോ ടെൻഡൻസി ടു റൊട്ടേറ്റ് ബിക്കോസ് ദർ ഇസ് നോ ടോർക്ക്. ഓക്കെ, സോ ഈ രണ്ട് കേസിൽ നമ്മൾ പറയും ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഡൈപോൾ എന്തിലാണ്? ഇൻ ഇക്വിലിബ്രിയത്തിലാണ്. ഈ ഇലക്ട്രിക് ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇറ്റ് ഹാസ് നോ ടെൻഡൻസി ടു റൊട്ടേറ്റ്. അപ്പോൾ പാരലായി വെച്ചാലും ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വെച്ചാലും ആൻറ്റി പാരലായി വെച്ചാലും ടോർക്ക് 0 ആണ്. ഇൻ ദിസ് കേസ് ഡൈപോൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി ഡൈപോളിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി വെച്ചു. ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് ഡൈപോളിനെ വെച്ചു. പെർപെൻഡിക്കുലർ മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ ആണ് പി. അപ്പോൾ പിയും ഇയും പെർപെൻഡിക്കുലർ ആണ്. സോ ഇവരെ പിയും ഇയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. തീറ്റ 90 ഡിഗ്രിയാണ്. സോ ടോർക്ക് എന്ത് വരും? ടോർക്ക് പി ഇ സൈൻ തീറ്റ. സോ പി ഇ സൈൻ തീറ്റ 90 ആണ്. സൈൻ 90 1 ആണ്. സോ ടോ ഈസ് പി ഇ വരും. ഈ കേസിലാണ് ടോർക്ക് മാക്സിമം ആവുക. ഇതാണ് ടോ മാക്സ്. ടോ മാക്സ് ഈക്വൽ പി ഇ ആണ്. ഈ കേസിലാണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക. അപ്പോൾ ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിനെ പെർപെൻഡിക്കുലറായി വെച്ചാൽ മാക്സിമം ടോർക്ക് ഉണ്ടാവും. മാക്സിമം ടോർക്ക് ഉണ്ടാവും എന്ന് വെച്ചാൽ അർത്ഥം എന്നാ? ഈ ഡൈപോളിന് മാക്സിമം റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി വെക്കുമ്പോഴാണ് മാക്സിമം റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. കേസിലാണ് ടോർക്ക് മാക്സിമം ആവുക. അപ്പോൾ ടോ മാക്സ് ചോദിച്ചാൽ പി ഇ കണ്ടാൽ മതി. ഓക്കെ, ഈ രണ്ട് കേസിൽ ടോർക്ക് 0 ആണ്. ആ രണ്ട് കേസിലാണ് ഡൈപോൾ ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഒരു ഡൈപോളിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഡൈപോളിനെ വെക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഡൈപോൾ നമ്മൾ ഇങ്ങനെയാണ് വെച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചത്? പ്ലസ് ക്യൂവിൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് ഫോഴ്സ്, മൈനസ് ക്യൂവിൻ്റെ മുകളിൽ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് അല്ലേ സംഭവിച്ചത്? അതിൻ്റെ ഫലമായിട്ടല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഡൈപോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മൈനസ് ക്യൂ ഇവിടെ എത്തി, പ്ലസ് ക്യൂ ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങനെ പാരലായി മാറി. ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലായി മാറി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചത് ടോർക്ക് 0 അല്ലേ? പാരലായി കഴിഞ്ഞാൽ പിന്നെ ടോർക്ക് 0 അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ ടോർക്ക് ഉണ്ടാവും. അപ്പോൾ ടോർക്കിൻ്റെ ഫലമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വന്നാൽ ടോർക്ക് 0 ആണ്. അപ്പോൾ ടോർക്ക് ശ്രമിക്കുന്നതിനാ? ടോർക്ക് ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള ഡൈപോളിനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ആക്കാനല്ലേ ശ്രമിക്കുന്നത്. പാരലായ പിന്നെ ടോർക്ക് ഇല്ലല്ലോ. അപ്പോൾ ഈ ടോർക്ക് ശ്രമിക്കുന്നത് ഡൈപോളിനെ എങ്ങനെ കൊണ്ടുവരാനാ? ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന് പാരലാക്കാൻ. ഇലക്ട്രിക് ഫീൽഡിന്
പാരലൽ ആക്കാനാണ് ടോർക്ക് ശ്രമിക്കുന്നത്. സോ ദ ടോർക്ക് ടെൻസ് ടു അലൈൻ ദ ഡൈപോൾ, ഡൈപോളിനെ കൊണ്ടുവരാൻ ശ്രമിക്കും. എങ്ങനെ? പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ പാരലലായി കൊണ്ടുവരാനാണ് ടോർക്ക് ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ പാരലായി കഴിഞ്ഞാൽ പിന്നെ ടോർക്ക് ഇല്ല. പക്ഷേ ചിലപ്പോൾ ഇത് വീണ്ടും ഒന്ന് ഡൈപോൾ ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് പോകും. കാരണം ഇനേർഷ്യ കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് പാരലായാലും ടോർക്ക് ശ്രമിക്കുന്നത് പാരലാക്കാനാണ്. പക്ഷെ പാരലായാലും ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ താഴോട്ട് പോകും. അപ്പോൾ പ്ലസ് ക്യൂ ഇവിടെ എത്തും, മൈനസ് ക്യൂ ഇവിടെ എത്തും. അപ്പോൾ പ്ലസ് ക്യൂവിൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് ഫോഴ്സ്, മൈനസ് ക്യൂവിൻ്റെ മുകളിൽ ഇങ്ങോട്ടേക്ക് ഫോഴ്സ്. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ, ഇത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ഇനേർഷ്യ കാരണം ഇത് താഴോട്ടേക്ക് പോയി. പിന്നെ ഫോഴ്സ് ഇങ്ങനെയായി. അതിൻ്റെ ഫലമായിട്ട് ഇങ്ങോട്ട് വരുന്ന നേരം സ്പീഡ് കുറഞ്ഞ് നിൽക്കും. ഒരു സ്ഥലത്തെത്തിയാൽ ഫോഴ്സ് പിന്നെ ഇവിടെ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അതിനുശേഷം ടോർക്ക് കാരണം അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിക്കും ചിലപ്പോൾ. ഓക്കെ, എനിവേ ടോർക്ക് ശ്രമിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ പാരലൽ ആക്കാനാണ്. പാരലൽ ആയിട്ട് പിന്നെ ഇങ്ങനെ പോകാൻ കാരണം അതിൻ്റെ ഇനേർഷ്യയാണ്. അതേ അവസ്ഥയിൽ അത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ പിന്നെ തിരിച്ചങ്ങോട്ടേക്കും പോകും. അപ്പോൾ ഇങ്ങനെ ഓസിലേഷൻ ചിലപ്പോൾ നടക്കാം. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഡൈപോളിനെ വെച്ച് എന്തായിരുന്നു സംഭവിക്കുന്നത്? ഡൈപോളിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അറ്റൻ ആംഗിൾ തീറ്റ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആരുമുള്ള ആംഗിൾ ആയിരുന്നു തീറ്റ? ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആയിരുന്നു തീറ്റ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ഉണ്ടാവും അല്ലേ? ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടെയും ഫോഴ്സ് വരും. ഫോഴ്സിന് ഫലമായിട്ട് ടോർക്ക് ഉണ്ടാവും. ടോർക്ക് കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങനെ വന്ന് നിൽക്കാനോ നോക്കുക? ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വന്ന് നിൽക്കാൻ നോക്കും ഡൈപോൾ, ടോർക്ക് കാരണം. ആ ടോർക്കിൻ്റെ ഫോമുല എന്തായിരുന്നു? PE sin θ എന്നായിരുന്നു. ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ടോർക്കായത്. ഈ ടോർക്ക് കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് പാരലായി വന്ന് നിൽക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് റൊട്ടേറ്റ് ഡൈപോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് കാരണം അല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം എന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ ഈ ടോർക്ക് കാരണമാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ടോർക്കിന് ഓപ്പോസിറ്റായിട്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിന് തിരിച്ച് അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഈ ടോർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ടോർക്കിനെതിരെ ഒരു വർക്ക് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. ഓക്കെ, സോ ഡ്യൂ ടു ദിസ് ടോർക്ക് ഡൈപോൾ ടെൻസ് ടു റൊട്ടേറ്റ് ആൻഡ് ട്രൈസ് ടു അലൈൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വന്ന് നിൽക്കാൻ നോക്കും. Therefore, to rotate the dipole against this torque, ഈ ടോർക്കിന് ഓപ്പോസിറ്റായി റൊട്ടേറ്റ് ചെയ്യാൻ we have to do a work. ആ വർക്കാണ് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. That work is stored as its potential energy. ആ വർക്കാണ് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഇതെങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റായി റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്കാണ്. ഓക്കെ, സോ വർക്ക് കാണുമ്പോൾ നമ്മളിപ്പോൾ ട്രാൻസ്ലേഷൻ മോഷൻ നമ്മൾ സാധാരണ വർക്ക് കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ഡയറക്ഷനാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്കിൻ്റെ ഫോമുല. പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിൻ്റെ റോള് ടോർക്കിനാണ്. ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ടോർക്ക് ഇൻറ്റു ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതാണ് വർക്കിൻ്റെ ഫോമുല. ഇനി അതല്ല, അതുകൂടാതെ ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് വെച്ചിട്ടാണ് വർക്ക് കാണുക. ഇനി ഈ ടോർക്ക് വേരിയബിൾ ആണെങ്കിൽ ആദ്യം ടോർക്ക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടോർക്ക് ഇൻറ്റു ആംഗിൾ ഡയറക്റ്റ് എടുത്താൽ ടോർക്ക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ. പക്ഷേ ടോർക്ക് വേരിയബിൾ ആണെങ്കിൽ ടോർക്ക് ഇൻറ്റു ഡി തീറ്റ എടുക്കുക. സ്മോൾ ആംഗിൾ, ഇത് സ്മോൾ ആംഗിൾ ഡി തീറ്റ റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്കായത്. സ്മോൾ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് സ്മോൾ വർക്കാണ് DW. എന്നിട്ട് ടോട്ടൽ വർക്ക് കാണാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ മെത്തേഡ് ഉപയോഗിക്കുക. ടോർക്ക് എന്താണെങ്കിൽ വേരിയബിൾ ആണ്. നമ്മുടെ കേസിൽ ടോർക്ക് വേരിയബിൾ ആണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം.
ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എടുത്തായി, ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിളാണ് അത് തീറ്റ. ടോർക്ക് ഇൻറ്റു ആംഗിൾ എടുത്താൽ മതി ടോർക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ. ടോർക്ക് വാരിയബിൾ ആണെങ്കിൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് കാണണം. ഒരു സ്മോൾ ആംഗിൾ ഡി തീറ്റ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്മോൾ വർക്കാണ് ടോ ഡി തീറ്റ. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം ടോട്ടൽ വർക്ക് കാണാൻ. നമ്മളെ കേസിൽ ഇത് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതോറും തീറ്റ ചേഞ്ച് ആവില്ലേ? ഡൈപോൾ മൂവ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ അല്ലേ തീറ്റ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതോറും തീറ്റ ചേഞ്ച് ആകുമ്പോൾ ടോർക്ക് ചേഞ്ച് ആവും. ഇപ്പോൾ ടോർക്ക് വേരിയബിൾ ആണ്. ഈ ഫോമിലാണ് നമ്മൾ വർക്ക് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കെന്താ ചെയ്യേണ്ടത്? ഇത് റൊട്ടേറ്റ് ചെയ്ത് ഈ ടോർക്ക് കാരണം എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം. അതിനുള്ള വർക്കല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ വർക്ക് എങ്ങനെ കാണണം എന്നാണ് പറഞ്ഞത്? സ്മോൾ എമൗണ്ട് ഓഫ് വർക്കാണ് ടോ ഡി തീറ്റ. അതായത് ഈ ഡൈപോളിനെ ഇങ്ങനെയാണ് വെച്ചത്. ഇങ്ങനെ വെക്കുമ്പോൾ ടോർക്ക് കാരണം ഇവൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വന്ന് നിൽക്കാൻ നോക്കുന്നു. അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് പിയും ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇവർ തമ്മിലുള്ള ആംഗിളായിരുന്നു തീറ്റ. അപ്പോൾ നമ്മൾ ടോർക്ക് കാരണം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അതിന് ഓപ്പോസിറ്റായി റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു സ്മോൾ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ സ്മോൾ ആംഗിളാണ് ഡി തീറ്റ. ആ സ്മോൾ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ വി ഹാവ് ടു ഡു എ സ്മോൾ വർക്ക്. ഓക്കെ, ആ സ്മോൾ വർക്കാണ് ടോ ഇൻറ്റു ഡി തീറ്റ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് എ ടോട്ടൽ വർക്ക്. ഓക്കെ, സോ ടോട്ടൽ വർക്ക് ഈക്വൽ ടു വർക്ക് റിക്വയർഡ് ടു വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ടോർക്കിനെതിരെ റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക്. ഓക്കെ, സോ ടോന് പകരം പി ഇ സൈൻ തീറ്റ ഡി തീറ്റ വരും. ഇവിടുത്തെ വേരിയബിൾ ആരാണ്? തീറ്റയാണ്. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതോറും ആംഗിളാണ് ചേഞ്ച് ആവുക. പിയും ഇയും തമ്മിലുള്ള ആംഗിളായിരുന്നു തീറ്റ. ഓക്കെ, സോ ടേക്ക് പി ഇ ഔട്ട്സൈഡ്, സൈൻ തീറ്റ kept inside because theta is variable. പിയും ഇയും തമ്മിലുള്ള ആംഗിളായിരുന്നു തീറ്റ. ഓക്കെ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ വേരിയബിൾ തീറ്റയാണ്. തീറ്റക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. സോ ഫസ്റ്റ് ഡൈപോൾ മൂവ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൂവ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ അല്ലേ തീറ്റ. ഓക്കെ, സോ ആദ്യം ഡൈപോൾ ഇങ്ങനെയാണുള്ളത് വെച്ചാൽ -q + q നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് -q നിന്ന് +q പി. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആണല്ലോ ഇങ്ങനെ വരുന്നത്. ഇവർ തമ്മിലുള്ള ആംഗിൾ ആദ്യം θ1 ആണെന്ന് വിചാരിച്ചോ. ഇനീഷ്യൽ ആംഗിൾ θ1 ആണെന്ന് വിചാരിച്ചോളൂ. പിന്നെ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടോർക്കിനെതിരായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഡൈപോൾ ഇങ്ങനെയായി -q ഇവിടെ എത്തി +q ഇവിടെ എത്തി. അപ്പോൾ ഡൈപോൾ ഇങ്ങനെയായി മാറി. ഇങ്ങനെ നിന്നിരുന്ന ഡൈപോൾ ഇങ്ങനെയായി. -q നിന്ന് +q പി വരുന്നത്. പി ഇങ്ങനെയാണ് വരുന്നത്. -q to +q അല്ലേ പി ഡൈപോൾ മൂവ്മെൻറ്റ്. ഇത് ഇലക്ട്രിക് ഫീൽഡ്. ഇവർ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഫൈനൽ ആംഗിൾ θ2 ആയി വിചാരിച്ചോ. അപ്പോൾ ഇനീഷ്യൽ ആംഗിൾ θ1, ഫൈനൽ ആംഗിൾ θ2. സോ ആംഗിൾ ചേഞ്ച് ചെയ്തത് θ1 മുതൽ θ2 വരെ. അത്രയും ചേഞ്ച് ചെയ്യാൻ ആവശ്യമായ വർക്ക്. സോ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നത് θ1 to θ2. ഇനീഷ്യൽ ആംഗിൾ θ1, ഫൈനൽ ആംഗിൾ θ2. സോ വർക്ക് ഈക്വൽ ടു -pe ഇൻറ്റു സൈൻ തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -cos തീറ്റയാണ്. -cos തീറ്റയാണ്. സോ പി ഇ ഇൻറ്റു ഇതിൻ്റെ ആൻസർ -cos തീറ്റയാണ്. ലിമിറ്റ് θ1 to θ2 വേണമെങ്കിൽ മൈനസ് ടേക്ക് ഔട്ട് സൈഡ്. സോ -pe വരും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ തീറ്റയ്ക്ക് വരെ ആദ്യം θ2. സോ cos θ2 മൈനസ് തീറ്റയ്ക്ക് വരെ ഈ മൈനസ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി തീറ്റയ്ക്ക് വരെ θ1. സോ cos θ1. ഇതാണ് ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ട് ആ ടോർക്ക് കൊണ്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഒരു ടോർക്ക് ഉണ്ടാവും. ടോർക്ക് കൊണ്ട് അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്കായത്. ഓക്കെ, യെസ്. ഇനി ഇതിൽ -pe ഇൻറ്റു cos θ2 -cos θ. ഈ വർക്കാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ ഡൈപോളിനെ എങ്ങനെ വെക്കുമ്പോഴാണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക? നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിനെ പാരലലായി വെക്കുമ്പോഴാണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡിനെ
പെർപെൻഡിക്കുലറായി വെക്കുമ്പോഴാണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക. ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കായി വെച്ചു. ഡൈപോൾ മൂവ്മെൻറ്റ് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി വെക്കുമ്പോഴാണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ മാക്സിമം ഇതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ. ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വെച്ച് തുടക്കത്തിലുള്ള ആംഗിളാണ് θ1. സോ θ1 90 ഡിഗ്രി. ഓക്കെ, ഈ വർക്കാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പൊട്ടൻഷ്യൽ എനർജിക്കൽ -P × cos θ2 - cos θ1. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഡൈപോളിനെ എങ്ങനെ വെച്ചു? ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി വെച്ചു. സോ ഇനീഷ്യൽ ആംഗിൾ θ1. ഈ കേസിൽ ഇതിന് മാക്സിമം റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിക്കെതിരെ നമ്മൾ വർക്ക് ചെയ്യുന്നു. മാക്സിമം റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിക്കെതിരെ നമ്മൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? അതിന് ഓപ്പോസിറ്റായി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ -Q + Q ഇവിടെ എത്തി. ഫൈനൽ ആംഗിൾ ആയിരുന്നു θ2. ആ θ2നെ ഞാൻ θ എന്ന് വിളിച്ചു. സോ ദറ്റ് ഇനീഷ്യൽ ആംഗിൾ θ1 90 ഡിഗ്രി, θ2 θ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താവും? -Pe × cos θ2 വരെ θ -cos θ1 90. അപ്പോൾ ആദ്യം പെർപെൻഡിക്കുലറായി വെച്ചു. അപ്പോൾ മാക്സിമം റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിനെതിരെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്തിട്ട് ഫൈനൽ ആംഗിൾ θ2 എന്താക്കി? θ ആക്കി. cos 90 0 ആണ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു -Pe cos θ എന്ന് വന്നു. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഡൈപോൾ -Pe cos θ വന്നു. ഓക്കെ, പിയും ഇയും തമ്മിലുള്ള ആംഗിളാണ് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് θ. AB cos θ എന്ന് പറയുമ്പോൾ വെക്റ്റർ A ഡോട്ട് വെക്റ്റർ B ആണ്. AB cos. അപ്പോൾ PE cos θ എന്ന് പറയുമ്പോൾ വെക്റ്റർ P ഡോട്ട് വെക്റ്റർ E ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറി? മൈനസും ഉണ്ട്, മൈനസ് വെക്റ്റർ P ഡോട്ട് വെക്റ്റർ E ആയി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിക്ക് വെക്റ്റർ സൈൻ കൊടുക്കല്ലേ. ഇത് എനർജിയാണ്. എനർജി ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ ഇങ്ങനെയാണ്, മൈനസ് ചേർത്തിട്ടാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ -Pe cos θ ഇതാണ് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. എന്ന് പറഞ്ഞാൽ ടോർക്കിനെതിരെ അതിനെ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ വർക്ക്. സോ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കിട്ടിയിരിക്കുന്നത് U = -Pe cos θ എന്നാണ്, അല്ലെങ്കിൽ വെക്റ്റർ P ഡോട്ട് വെക്റ്റർ E ആണ്. ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്, സ്കേലാർ പ്രോഡക്റ്റ് ആണ്. ഇത് രണ്ടും വെക്റ്റർ ആയിരിക്കും. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ആൻസർ സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ. സോ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി മൈനസ് വെക്റ്റർ P ഡോട്ട് വെക്റ്റർ E ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് കേസിൽ ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ട് കേസിൽ ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു. ഏതൊക്കെ കേസിൽ? നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വെച്ചാൽ എന്ന് പറഞ്ഞാൽ പിയും ഇയും ഒരേ ഡയറക്ഷൻ. പി എന്ന് പറഞ്ഞാൽ -Q2 + Q ആണ് പി. പിയും ഇയും ഒരേ ഡയറക്ഷൻ. ഇങ്ങനെ വെക്കുന്നതിനെയാണ് ഡൈപോളിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വെക്കുക എന്ന് പറയാം. ഇനി ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായി വെക്കുക എന്ന് വെച്ചാൽ എന്താ? -Q അവിടെ +Q ഇവിടെ. -Qയിൽ നിന്ന് +Qയിലേക്കാണ് പി. അപ്പോൾ പിയും ഇയും എങ്ങനെയാണുള്ളത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മൾ ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായി വെച്ചു എന്ന് പറയാം. ഈ കേസിൽ പാരലായും വെച്ചു. ഈ രണ്ട് കേസിലും ടോർക്ക് 0 ആയിരുന്നു. ഈ രണ്ട് കേസിലും പാരലായി വെച്ചാലും ആൻറ്റി പാരലായി വെച്ചാലും ടോർക്ക് 0 ആയിരുന്നു. ടോർക്ക് 0 ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണ്. ഈ രണ്ട് കേസിലും ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷെ ഒരു കേസിൽ ഇത് സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെന്നും മറ്റേ കേസിൽ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്നും പറയും. അത് പറഞ്ഞുതരാം. ഈ രണ്ട് കേസിലുമാണ് ഡൈപോൾ ഇക്വിലിബ്രിയത്തിൽ എന്ന് വെച്ചാൽ ടോർക്ക് 0. ഓക്കെ, യെസ്. അപ്പോൾ നോക്കൂ, സ്റ്റാബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലലായി നമ്മൾ ഡൈപോൾ വെച്ചു. ഇതിന് പാരലായി ഡൈപോൾ വെച്ചു. ഓക്കെ, അപ്പോൾ ഡൈപോളിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വെച്ചു. പിന്നെ നമ്മൾ ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായി വെക്കുന്നു. സോറി, +Q ഇവിടെ -Q ഇവിടെ.
ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, -q2 + q ആണ് പി, പിയും ഇയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ കേസിൽ പി യു ഇ ഒരേ ഡയറക്ഷൻ പാരലായി വെച്ചു. അപ്പോൾ തീറ്റ 0 ഡിഗ്രിയാണ്. ഈ കേസിൽ തീറ്റ 180 ഡിഗ്രിയാണ്. ഒരു കേസിൽ ഡൈപോളിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വെച്ചു, മറ്റേ കേസിൽ ആൻറ്റി പാരലായി വെച്ചു. ഈ രണ്ട് കേസിലും ടോർക്ക് 0 ആയിരുന്നു. അതുകൊണ്ട് ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണ്, ഇനി റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്നുമില്ല. പക്ഷെ ഒരു കേസിൽ ഇത് സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. രണ്ട് കേസിലും ഇക്വിലിബ്രിയത്തിലാണ്. ഒരു കേസിൽ സ്റ്റാബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും, ഒരു കേസിൽ അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ ചേഞ്ചിൻ്റെ ഫോമുല അടിച്ചു -PE cos θ. സോ ഈ കേസിൽ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് എങ്ങനെ വരും? -PE cos 0 വരും. cos 0 1 ആണ്. സോ പൊട്ടൻഷ്യൽ ചേഞ്ച് -PE വരും. ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഈ നെഗറ്റീവോട് കൂടിയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. നെഗറ്റീവ് കാണിക്കുന്നത് ഡയറക്ഷൻ കാര്യമൊന്നുമല്ല. നെഗറ്റീവോട് ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിനെന്ത് ഡയറക്ഷൻ പൊട്ടൻഷ്യൽ ചേഞ്ചിക്ക്? അപ്പോൾ നെഗറ്റീവോട് കൂടി തന്നെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ചേഞ്ച് മോർ നെഗറ്റീവാണ്. ഇവിടെ അതിൻ്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് വരിക -PE cos θ, cos 180 ഡിഗ്രിയാണ് വരിക. cos 180 -1 ആണ്. -1 × -PE + PE വരും. അപ്പോൾ ഈ കേസിൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് വാല്യൂ ആണ്. ഏറ്റവും മാക്സിമം കിട്ടുക ഈ കേസിലാണ്. ഈ കേസിൽ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് മാക്സിമം ആവും. ഈ കേസിൽ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് മിനിമം ആവും. പൊട്ടൻഷ്യൽ ചേഞ്ച് മിനിമം ആകുന്നവരാണ് അത് സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകുമ്പോൾ ഈ കേസിലാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുക. ഈ കേസിൽ ഡൈപോൾ പൊട്ടൻഷ്യൽ ചേഞ്ച് മിനിമം ആകുമ്പോൾ അത് സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. രണ്ട് കേസിലും ടോർക്ക് 0 ആയതുകൊണ്ട് രണ്ട് കേസിലും ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷെ ഒരു കേസിൽ സ്റ്റാബിൾ ഇക്വിലിബ്രിയം, മറ്റേ കേസിൽ അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ചേഞ്ച് മിനിമം ആകുമ്പോൾ സ്റ്റാബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുക. ഇനി സ്റ്റാബിൾ ഇക്വിലിബ്രിയം വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കേസിലാണല്ലോ സ്റ്റാബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണല്ലോ ഉള്ളത്. വേറെ രീതിയിൽ പറഞ്ഞുതരാം എന്താണ് സ്റ്റാബിൾ ഇക്വിലിബ്രിയം എന്ന്. ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണുള്ളത്, ടോർക്കൊന്നുമില്ല, നെറ്റ് ഫോഴ്സ് ഒന്നുമില്ല. ഈ സ്ഥലത്ത് നിന്ന് ഇതിനെ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുക. ഡൈപോളിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് നോക്കുക. ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നിൽക്കുന്ന ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ അതിന് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് സ്റ്റാബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. അങ്ങനെ ടെൻഡൻസി ഇല്ലെങ്കിൽ അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. അതായത് എന്താ പറഞ്ഞാൽ, ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചെറുതായിട്ട് അതിനൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുക, ടേൺ ചെയ്യുക, എന്നിട്ട് റിലീസ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് സ്റ്റാബിൾ ഇക്വിലിബ്രിയം ആണ്, ഇല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണ്. നോക്കൂ, ഇതിനെ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യൂ. ഈ ഡൈപോളിനെ നമ്മൾ ഇങ്ങനെയുള്ള ഡൈപോളിനെ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്തു. +Q അവിടെ പോയി, -Q ഇവിടെ വന്നു. ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് റിലീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? +Qൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ്, -Qൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ്. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ചെറുതായിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്താൽ ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് കാരണം ഇവൻ ആദ്യം ഇങ്ങോട്ട് തന്നെ വരും. ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ പിന്നെ ടോർക്ക് ഉണ്ടാവുമല്ലോ. അത് കാരണം ആദ്യത്തെ അടുത്തേക്ക് തന്നെ വരും. എന്നാൽ ആദ്യത്തെ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്താൽ ആദ്യത്തെ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റാബിൾ ഇക്വിലിബ്രിയമാണ്. ആ കേസിലാണ് പൊട്ടൻഷ്യൽ ചേഞ്ച് മിനിമം ആവുക. ഇനി ഇത് കേസ് ഒന്ന് ഇതുപോലെ ഡിസ്പ്ലേസ് ചെയ്ത് നോക്ക്. ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. -Qനെ അങ്ങോട്ട് കൊണ്ടുപോയി, -Q അവിടെ പോയി, +Q ഇവിടെ വന്നു. അപ്പോൾ ഡൈപോൾ ഇങ്ങനെയായേ. എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് ഡിസ്പ്ലേസ് ചെയ്തത്. ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്താൽ അങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്താൽ ഇനി റിലീസ് ചെയ്തു, ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരാൻ ടെൻഡൻസി വേണേ, എന്നാലേ സ്റ്റേബിൾ ആവും. നോക്കിക്കോ, +Qൻ്റെ മുകളിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ് അങ്ങോട്ട്. -Qൻ്റെ മുകളിൽ ഫോഴ്സ് അങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ടല്ലേ ഫോഴ്സ് വരിക. എന്നാണ് നമ്മൾ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് വിട്ടാൽ ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ടും ഇവിടെ ഫോഴ്സ് അങ്ങോട്ടും, എന്നാൽ ഈ ഭാഗം അങ്ങോട്ട് പോകും, ഈ ഭാഗം ഇങ്ങോട്ടാണ് വരിക. അല്ലാണ്ട് ആദ്യത്തെ അടുത്തേക്ക് തിരിച്ചു വരാൻ ടെൻഡൻസി ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ആ കേസിലാണ് പൊട്ടൻഷ്യൽ ചേഞ്ച് മാക്സിമം ആവുക. ഓക്കെ, അപ്പോൾ സ്റ്റാബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചെറുതായിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ട് റിലീസ് ചെയ്താൽ അതിലേക്ക് ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ സ്റ്റാബിൾ ഇക്വിലിബ്രിയം ആണ്, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ ചേഞ്ച് ഓഫ് ഡൈപോൾ മിനിമം ആയിരിക്കും, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ ചേഞ്ച് ഓഫ് ഡൈപോൾ മാക്സിമം ആയിരിക്കും. ഓക്കെ, സോ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.